ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്ദനത്തില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ ആൾക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട് രണ്ടു മനസ്സാണ് പൊന്നെ പൊന്നെ കിളിയേ ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്ദനത്തിനൊട്ടും കൂറാവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീജിത്താണ്. ഞാൻ പറയുന്ന പോലെ തന്നെ എൻ്റെ യാത്രയിലെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പോൾ നമ്മളിന്നുള്ളത് എൻ്റെ സ്വന്തം നാട്ടായ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരുള്ള കനോലി പ്ലോട്ടിലാണ്. നിലമ്പൂർ കനോലി പ്ലോട്ടിലെ കാഴ്ചകളിലേക്കാണ് ഇത് നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഈ കനോലി പ്ലോട്ട് സന്ദർശിക്കാൻ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ്. അതായത് കനോലി പ്ലോട്ടിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നെങ്കിൽ 40 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത്. അത് ക്യാഷ് ആയിട്ടില്ല കേട്ടോ. നമ്മൾ GPay വഴിയോ അല്ലെങ്കിൽ കാർഡ് വെച്ചോ നമുക്ക് ടിക്കറ്റ് കൈപ്പറ്റാവുന്നതാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചയാണിത്. അപ്പം ഇന്ന് എൻ്റെ കൂടെ യാത്രയിൽ നമ്മുടെ സ്വന്തം ശ്രീകാന്താണ്. കുംഭമേള യാത്രയിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് ശ്രീകാന്തായിരുന്നു. ഈ കനോലി പ്ലോട്ട് വരണമെന്നാണ്. പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം ജില്ല നമ്മളെ നാട് തന്നെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങളെ കൂടെ വരാനാവും ബാക്കി ഉണ്ടാക്കാം. അതെ, ഈ കനോലി പ്ലോട്ടിൽ മുൻപ് ഇവിടെ ഒരു വിനിയർ മില്ല് ഉണ്ടായിരുന്നു. അതായത് നമ്മളെ പ്ലൈവുഡൊക്കെ നിർമ്മിക്കുന്ന പോലെ ഒരു മില്ല് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം ഇല്ല. അപ്പോൾ ഇതിപ്പോൾ എത്ര ഈ മരത്തിന് നിർത്തിയിട്ട്? 25 വർഷം മുമ്പ് ഇവിടെ സ്ഥാപനമാണല്ലേ. ഈ കനോലി പ്ലോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ തേക്കിൻ തോട്ടമാണ് ഈ കനോലി പ്ലോട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഈ കവാടത്തിൽ തന്നെ 2 ഫോട്ടോ നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മുടെ ചന്തുമേനോൻ്റെയും അതുപോലെ HV കനോലി. മലബാർ ജില്ലയുടെ കളക്ടറും മജിസ്ട്രേറ്റുമായി ഏകദേശം 1841 മുതൽ 1855 വരെ സേവനമനുഷ്ഠിച്ച ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടെ എങ്ങനെയായിട്ട് ചാലിയാർ കുതിരപ്പുഴ സംഗമം എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെയൊക്കെ ഒത്തിരി കാണാനുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇവിടെ കാണുന്നത് ഈ ഹെർബൽ ഗാർഡനാണ്. നമ്മളെ പച്ചമരുന്നുകളൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഈ വഴിയാണ് നമ്മുടെ സംഗമ സ്ഥാനിലേക്ക് പോവുക. അതായത് 2 പുഴകൾ സംഗമിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെയൊക്കെ നല്ല ഇടതൂർന്ന വൃക്ഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയായിട്ട് നമ്മുടെ ഒരു ടീ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഇന്ദ്രജാല വിദഗ്ധൻ പ്രൊഫസർ വാഴക്കുന്നൻ്റെ ഒരു അർദ്ധകായ പ്രതിമ ഇവിടെ ഉണ്ട്. അത് ലോഹനിർമ്മിതമാണ്. ഈ ഭാഗത്തായിട്ട് നിറയെ ഇങ്ങനെ ബെഞ്ചുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് എന്തോ അധികം ആളുകളൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ നടന്നു നീങ്ങുന്നത് ഈ ചാലിയാറും കുതിരപ്പുഴയും കൂടി സംഗമിക്കുന്ന ആ സംഗമസ്ഥാനിലേക്കാണ്. ഇവിടെ നിന്ന് മുൻപ് അക്കരയ്ക്കൊരു തൂക്കുപാലുണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ 2 ഫ്ലഡൊക്കെ ഉണ്ടായല്ലോ, അതിനു മുമ്പായിട്ട് ഇത് തകർന്ന് പോയതാണ്. അപ്പോൾ ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്, ഈ പുഴയിലേക്ക് ഇറങ്ങുന്നത് അപകടകരമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഈ സംഗമസ്ഥാന്. ചാലിയാറും അതുപോലെ കുതിരപ്പുഴയും കൂടി സംഗമിച്ച് ഇങ്ങനെ ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. ഇവിടെ ഇങ്ങനെയായിട്ട് വലിയ ഒരു ചീനിമരം ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലുത് തന്നെയാണ്, നല്ല പ്രായം തോന്നിക്കുന്ന ഒരു മരം. അപ്പം അതിൻ്റെ താഴെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒത്തിരി പേരിറങ്ങുന്ന ഈ സംഘം പാട്ടുകളൊക്കെ പാടിക്കൊണ്ടാണ് ഈ പുഴയുടെ തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചന്തത്തിനൊട്ടും കൂറാവില്ല പെണ്ണെ ചന്ദനപ്പൂമയില്ലേ. 1 2 3 4 ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും. ആ ഫാമിലി നല്ലൊരു വൈബിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞാനും അവരെ കൂടെ
കൂടിയിട്ടോ. ആൾക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട്, രണ്ട് മനസ്സാണ് പൊന്നെ പൊന്നെ കിളിയേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കൂറാവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. അപ്പൊ നിങ്ങൾ എവിടുന്ന് വരുവാന്ന് പറഞ്ഞേ? തൃശ്ശൂര്, ഒല്ലൂര്. എല്ലാരും ഒരു കുടുംബത്തിൽ തന്നെയാണ്, ഒറ്റ കുടുംബത്തില്. അപ്പൊ എന്താ നിങ്ങൾ തറവാട് പേരെന്താ? മൊയലൻ. ഓക്കെ. അപ്പൊ ഈ മൊയലൻ എന്ന് പറഞ്ഞ ഒരു തറവാട്ട് വീട്ടിൽ നിന്ന് വന്ന കുടുംബാംഗങ്ങളാണ് കേട്ടോ അത്. അവര് ഒത്തിരി പാട്ടുകളൊക്കെ പാടി അവർ യാത്ര പറഞ്ഞു പോയി. നമുക്ക് കനോലി പ്ലോട്ടിലെ കൂടുതൽ കാഴ്ചകൾ പകർത്താനുണ്ട്. ഈ തൂക്കുപാലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് നഷ്ടമായി. ഇവിടെ ഒരാള് മൈക്രോ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ചിന്തകളുള്ള ആളുകളാണ് ഇതുപോലുള്ള പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ എത്തുന്നത്. അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് മുൻപ് ചെങ്കാറുണ്ടായിരുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ ഇങ്ങനെയായിട്ട് ഒത്തിരി ഡയറക്ഷൻ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ കാണാൻ സാധ്യതയുള്ള പക്ഷികളുടെ വിവരങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇതായിരുന്നു നമ്മുടെ ജങ്കാറിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സംഭവം നിർത്തി വെച്ചിരിക്കുകയാണ്. നമ്മൾ ആ ജങ്കാറ് തുടക്കത്തിലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയായിരുന്നു ജങ്കാർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് തന്നെ ജങ്കാർ തൽക്കാലമായിട്ട് നിർത്തി വെച്ചേക്കാണ്. അങ്ങനെ നടന്ന് നമ്മൾ മറ്റൊരു എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇത് മെയിൻ റോഡിൽ തന്നെ ഉള്ള ഒരു ഭാഗമാണ്. ഇവിടെ ആയിട്ട് ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയായിട്ട് കണ്ടോ, ഇവിടെ ബട്ടർഫ്ലൈ, അതായത് നമ്മുടെ പൂമ്പാറ്റകൾ ഒത്തിരിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ഈ ചെടികളൊക്കെ ഇങ്ങനെ നട്ടു വളർത്തുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നല്ല പൂമ്പാറ്റകൾ ഉണ്ടാവുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഒത്തിരി പൂമ്പാറ്റകൾ ഇവിടെ ഉണ്ട്. കാരണം എൻ്റെ നാട്ടിൽ പറയാ ഈ ഒരു പൂവിന് കൃഷ്ണകിരീടം എന്നാട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് പറയാമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഈ കൃഷ്ണകിരീടത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതിൻ്റെ തണ്ടിന് എന്തോ ഒരു വ്യത്യസ്തത ഉണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഒരു നിഗൂഢതകൾ നിർത്തിക്കൊണ്ടിട്ടുള്ള ഒത്തിരി ബിൽഡിങ്ങുകൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നടന്ന് നമ്മളിതാ ഈ നക്ഷത്രവനം എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഓരോ ജന്മനക്ഷത്രങ്ങളുടെയും അതാത് വൃക്ഷങ്ങൾ ഇവിടെ ഇവർ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ആ ഉദ്യാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭരണി അശ്വതി കാഞ്ഞീരം. കാഞ്ഞീരം ഇവിടെ വെച്ച് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പം തുടങ്ങിയതാണെന്ന് തോന്നണോ കാഞ്ഞീരം, അശ്വതി കാഞ്ഞീരം, ഭരണി നെല്ലി. നമ്മൾ വൈകുന്നേരം സന്ധ്യാനാമങ്ങളിലൊക്കെ ചൊല്ലിപ്പടിച്ചതാണ്. കാർത്തി നിൻ്റെ നാളാണ് കേട്ടോ. കാർത്തികത്തി, രോഹിണി ഞാവൽ അടുത്തത്. അപ്പം ഇങ്ങനെ എല്ലാ നക്ഷത്ര വൃക്ഷങ്ങളും അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ശ്രീകാന്ത് അവൻ്റെ ജന്മനക്ഷത്ര മരത്തിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതന്നെ ഈ കോളം തന്നെ, വില്ലുപത്രം. അതെ തന്നെ, യെസ്. ഈ ആയില്യത്തിന് വരുന്നത് നാഗമരം കേട്ടോ. ആയില്യം നാഗമരം എന്നാ പറയാം. അശ്വതി കാഞ്ഞീരം, ഭരണി നെല്ലി, കാർത്തികത്തി, രോഹിണി ഞാവൽ, മകീരം, കരിങ്ങാലി, പുണതമ്മള, പൂയമരയാൽ, ആയില്യം നാഗമരം. ഈ നാഗമരം കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നേ. പക്ഷെ അതുകൊണ്ട് തന്നെ നാഗമരം എവിടെയാണെന്ന് തിരയുകയാണ് ഞാൻ. കാരണം ഇവിടെ എന്നും നമ്മുടെ ആയില്യം നക്ഷത്രത്തിൻ്റെ മരം കാണാൻ. നാഗമരം എന്ന് പറഞ്ഞാൽ ഒരു അപൂർവ മരമാണ്. അപ്പം അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളൊരു മറ്റൊരു എക്സിറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്കിങ്ങിനായിട്ടൊക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഡയറക്ഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്.
നമുക്ക് ഈ വഴിക്കൊന്ന് നടന്നു നോക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടോ. അപ്പം മാനം തെളിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പം സൂര്യപ്രകാശം താഴേക്ക് പതിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെയായിട്ട് നമ്മുടെ നക്ഷത്രവൃക്ഷങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. കാരണം ഇവിടെ ഒത്തിരി വലിയ മരങ്ങളാണ്. നമ്മൾ മുൻപ് കണ്ടത് ചെറുതായിട്ടായിരുന്നു, ഇപ്പം വെച്ച് തുടങ്ങുന്നുള്ളൂ. നടന്ന് നീങ്ങുമ്പോൾ നമ്മുടെ ഉല്ലാസയാത്രയുടെ KSRTC എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വന്നിറങ്ങിയ ആ സ്ഥലത്തെത്തിയിട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്ത ഫസ്റ്റ് എൻട്രൻസിലാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഉല്ലാസയാത്ര. ഉല്ലാസയാത്ര എന്നൊക്കെ എഴുതിയിട്ടുള്ള KSRTC ബസ്സാണ്. ഇത് ഏത് ഡിപ്പോ എന്നാണെന്ന് ചോദിച്ചു നോക്കാം. ഇത് ഉല്ലാസയാത്ര ഏത് ഡിപ്പോന്നാ? ഇത് എവിടെ നിന്ന് വരുന്ന വണ്ടിയാ? കണ്ണൂരത്. ഓക്കെ, കണ്ണൂർ ഡിപ്പോൻ്റെ വണ്ടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കണ്ണൂർ ഡിപ്പോന്ന് കേട്ടോ ഈ വണ്ടി വന്നിട്ടുള്ളത്. ഇന്നത്തെ യാത്രയിൽ എത്ര പേരുണ്ടായിരുന്നു? ഇന്നത്തെ യാത്രയിൽ എത്ര പേരുണ്ട്? 37 പേര്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് കനോലി പോർട്ടിലെ കാഴ്ചകൾ. അപ്പോൾ ചെങ്കാറില്ലാത്തത് കൊണ്ട് തന്നെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾക്കായിട്ട് എൻ്റെ ചാനലിൽ ഫോളോ ചെയ്യുക. അപ്പം ഇവിടുന്ന് ഇറങ്ങുന്ന നേരത്ത് കണ്ടൊരു കാഴ്ച കേട്ടോ, അതിജീവനത്തിൻ്റെ വിഭവങ്ങൾ. അതായത് ചുങ്കത്തറ സ്നേഹതീരം വീൽ ചെയർ സുഹൃത്തുക്കളുടെ ഒരു സംരംഭമാണ്. അപ്പോൾ ഇവിടെ വരുന്നേരം ഇതുപോലെയുള്ള ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുക. അതായത് അവരെ ഉൽപ്പന്നങ്ങൾ വാങ്ങി അവരെ ചേർത്ത് പിടിക്കുക. കാരണം അവരും ഈ ഭൂമിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഇതെങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ മേക്ക് ചെയ്യുന്ന അതോ? ആ ആ ഓക്കെ. ആ ആ ഓക്കെ. ഓക്കെ. ഇത് എല്ലാ ദിവസവും ഉണ്ടോ ഇവിടെ? സൺഡേ മാത്രമേ ഉള്ളൂ അല്ലേ? എത്ര മണി മുതൽ എങ്ങനെയാ? ഓക്കെ. വീട്ടാവശ്യങ്ങൾക്കായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് അവിടെ വിൽക്കുന്നത്. ഞാൻ വാങ്ങിയത് ഒരു കുടംപുളിയുടെ കവറായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞു ഇറങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം സമയം ഒത്തിരി ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ദോഷം പറയുന്നതല്ലോ, 10 പൈസക്കില്ലാത്ത ഫുഡായിരുന്നു. അതുകൊണ്ട് ഹോട്ടലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും പെട്ടു. ഞാൻ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.